വയനാട് മെഡിക്കൽ കോളേജിലെ അസൗകര്യങ്ങൾക്കെതിരെ മാനന്തവാടി പുതുശ്ശേരിയിൽ കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട തോമസിന്റെ കുടുംബം പറയുന്നു, മെഡിക്കൽ കോളേജിൽ നിന്ന് കൃത്യമായ ചികിത്സ അവർക്ക് ലഭിച്ചില്ല. ആംബുലൻസിൽ ഡോക്ടറുടെയോ നഴ്സിൻ്റെയോ സേവനം ലഭിച്ചില്ലെന്നും കുടുംബം 24-നോട്. കൃത്യമായൊരു ചികിത്സ ആശുപത്രിയിൽ കിട്ടിയിട്ടില്ല. കിട്ടിയായിരുന്നെങ്കിൽ ബ്ലഡ് മറന്നു പോയാണല്ലോ ചേട്ടായി മരിക്കുന്നത്. അപ്പോൾ ബ്ലഡ് അവിടെ നിന്ന് അത് വേണ്ട സജ്ജീകരണം ചെയ്തായിരുന്നെങ്കിൽ ചേട്ടായിക്ക് ബ്ലഡ് കയറ്റി കൊടുത്തായിരുന്നെങ്കിൽ ചേട്ടായി മരിക്കില്ലായിരുന്നു. അവരത് ബ്ലഡ് കാര്യമായ ചികിത്സ അവർ കൊടുത്തില്ല. അവിടെ നിന്ന് ആശുപത്രിയിൽ നിന്ന് കിട്ടാതെയാണ് ചേട്ടായി മരിച്ചത്. ഹോസ്പിറ്റലിൽ ഇവിടുന്ന് കൊണ്ടുപോയി കുറേ നേരം അവിടെ നിർത്തി, ഒത്തിരി നേരം അവിടെ കടത്തി വെച്ചാണ് കൊണ്ടുപോയത്. ഈ ആംബുലൻസിലാണെങ്കിൽ ഒരു ഡോക്ടറില്ല, ഒരു സിസ്റ്റർ ഇല്ല. അങ്ങനെയൊക്കെയാണ് നമ്മൾ കൊണ്ടുപോകുന്ന വഴിക്കാണ് ചേട്ടായിക്ക് പെട്ടെന്ന് ഇങ്ങനെ ഇത് കിട്ടാതെ വേദനയൊക്കെ കൂടി അങ്ങനെ കൊണ്ടുപോയ വഴിക്കാണ് ചേട്ടൻ പോകുന്ന വഴിക്ക്. വയനാട്ടിൽ ഇതേപോലെ കുറേ സംഭവങ്ങളുണ്ട്. എന്തായാലും മാനന്തവാടി മെഡിക്കൽ കോളേജിലെ അസൗകര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഒരുപാട് പരിമിതികളുള്ള മെഡിക്കൽ കോളേജാണ്, അവിടെ മാറ്റാൻ കഴിയുന്നില്ല. മിഥില ബാലൻ നമുക്കൊപ്പം ചേരുന്നു വയനാട്ടിൽ നിന്ന്. മിഥില, വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഗുഡ് മോർണിംഗ്. SKN 2023 ജനുവരി 12-നാണ് തോമസ് കടുവയുടെ ആക്രമണത്തിൽ മരിക്കുന്നത്. രാവിലെ 10:45-നോടെയായിരുന്നു കൃഷിയിടത്തിൽ വെച്ചാണ് കടുവ ആക്രമിച്ചത്. തുടർന്ന് മാനന്തവാടി, അതായത് വയനാട് മെഡിക്കൽ കോളേജിൽ എത്തിക്കുന്നു. അവിടെ കുറച്ചു സമയം കിടത്തി. പ്രാഥമിക ചികിത്സ നൽകിയോ എന്ന് ചോദിച്ചാൽ നൽകിയെന്നാണ് കുടുംബം പറയുന്നത്. പക്ഷേ കൃത്യമായ ചികിത്സ അവിടെ നിന്ന് ലഭ്യമായില്ല. തുടർന്ന് കൽപ്പറ്റ ജനറൽ ആശുപത്രിയിൽ എത്തിക്കുന്നു. അവിടെ നിന്നും തൊട്ടടുത്ത ഒരു സ്വകാര്യ ആശുപത്രിയിൽ എത്തിക്കുന്നു. ഇതിനിടയിൽ തോമസിന്റെ മരണം സംഭവിക്കുന്നു. ഈ വയനാട് മെഡിക്കൽ കോളേജിൽ നിന്നും കൃത്യമായ ഒരു ചികിത്സ തോമസിന് ലഭിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ, രക്തം വാർന്നാണ് തോമസ് മരിച്ചത്, ഇത്തരത്തിൽ ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവില്ല എന്നാണ് ഭാര്യ സിനി 24-നോട് പറഞ്ഞത്. കാരണം ഇവർ എത്തിച്ച സമയം മുതൽ അവിടെ കുറേ നേരം തോമസിനെ കിടത്തി. അതിനുശേഷമാണ് പ്രാഥമിക ചികിത്സ നൽകിയതെന്ന് പറയുന്നു. 2 ആശുപത്രികളിൽ എത്തിക്കേണ്ടി വന്നു. കൃത്യമായി ഒരു ചികിത്സ നൽകുന്ന മതിയായ സൗകര്യങ്ങളോട് കൂടിയ ഒരു മെഡിക്കൽ കോളേജ് ആയിരുന്നുവെങ്കിൽ ഈ 2 ആശുപത്രികളിലേക്ക് ഈ പരുക്കേറ്റ ഒരാളെയും കൊണ്ട് ഈ കുടുംബത്തിന് ഓടേണ്ടി വരില്ല. ഇതേ കാര്യം തന്നെയാണ് സഹോദരനും പറയുന്നത്. ഇനി ഒരാൾക്കും ഇത്തരമൊരു ദുരനുഭവം ഉണ്ടാകാൻ പാടില്ല. സർക്കാരിൻ്റെ അടിയന്തര ഇടപെടൽ വേണം. എന്താണോ ഒരു മെഡിക്കൽ കോളേജിന് വേണ്ടത്, ആ സൗകര്യങ്ങളെല്ലാം തന്നെ വയനാട് മെഡിക്കൽ കോളേജിന് വേണം എന്ന് തന്നെയാണ് ഈ കുടുംബം പറയുന്നത്. ഈ മെഡിക്കൽ കോളേജിൻ്റെ അസൗകര്യത്തിനെതിരെ കടുത്ത ഭാഷയിൽ തന്നെയാണ് ഈ തോമസിൻ്റെ കുടുംബം ഇപ്പോൾ വിമർശനം ഉന്നയിച്ചിട്ടുള്ളത്. SKN. ഓക്കെ, താങ്ക് യു മിഥില ബാലൻ. എന്തായാലും ഈ മാനന്തവാടി മെഡിക്കൽ കോളേജ് നല്ല രീതിയിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ അവിടെ നമുക്കും ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യും എന്നുള്ളതാണ് കാര്യം. അവിടെ ഒരു ബ്ലോക്ക് കിട്ടി കൊടുക്കാൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ.